എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്മാരിൽ ലൈംഗിക താല്പര്യം കുറയുന്നതിന്റെ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, 5 പുരുഷന്മാരിൽ ഒരാൾക്കെന്ന തോതിൽ ലൈംഗിക താല്പര്യക്കുറവ് കാണപ്പെടാറുണ്ടെന്നാണ് കണക്കുകൾ. സംതൃപ്തമായ ലൈംഗിക ജീവിതത്തെയും കുടുംബജീവിതത്തെയും എല്ലാം ഇത് പലപ്പോഴും ബാധിക്കാറുമുണ്ട്. അതിന്റെ പ്രധാന കാരണങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമതായി ഹോർമോണിന്റെ അസന്തുലനം. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ തോതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ലൈംഗിക താല്പര്യക്കുറവിലേക്ക് നയിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. വൃഷ്ണങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത ഹൈപ്പോഗൊണോഡിസം എന്ന രോഗം ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തെ കുറയ്ക്കും. 2. സമ്മർദ്ദം. മാനസികവും ശാരീരികവുമായ സമ്മർദ്ദവും ടെസ്റ്റോസ്റ്റിറോണിന്റെ തോത് കുറയ്ക്കാറുണ്ട്. ഇതും ലൈംഗിക ചോദന നഷ്ടപ്പെടാൻ ഇടയാക്കും. 3. മരുന്നുകൾ. വിഷാദത്തിനും രക്തസമ്മർദ്ദത്തിനുമൊക്കെ കഴിക്കുന്ന ചില മരുന്നുകൾ ലൈംഗിക താല്പര്യം കുറയ്ക്കാറുണ്ട്. റേഡിയേഷൻ ചികിത്സയും കീമോതെറാപ്പിയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന പുരുഷന്മാർക്കും കായിക താരങ്ങളെ പോലെ അനാബോളിക് സ്റ്റിറോയിഡ് എടുക്കുന്നവർക്കും ലൈംഗിക ചോദന കുറവായിരിക്കും. 4. മോശം ജീവിതശൈലി. മോശം ഭക്ഷണക്രമം, വ്യായാമമില്ലാത്ത അലസ ജീവിതശൈലി, പുകവലി, അമിതമായിട്ടുള്ള മദ്യപാനം, ലഹരി മരുന്നിന്റെ ഉപയോഗം എന്നിവയെല്ലാം ലൈംഗിക ചോദന ഇല്ലാതാക്കും. ശരിയായ ഉറക്കവും വിശ്രമവും ഇല്ലാത്ത അവസ്ഥയും ലൈംഗിക താല്പര്യം കുറച്ചേക്കാം. 5. പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ. പങ്കാളിയുമായുള്ള വഴക്കും പിണക്കവും ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളും എല്ലാം രണ്ടുപേർക്കും ഇടയിലെ മാനസിക അടുപ്പം കുറക്കും. ഇതും ലൈംഗിക താല്പര്യം കുറയ്ക്കാം. സമ്മർദ്ദം കുറയ്ക്കുന്നതും വ്യായാമവും നല്ല ഭക്ഷണക്രമവും ഉൾപ്പെടെയുള്ള സജീവ ജീവിതശൈലിയും ലൈംഗിക ചോദന ഉണർത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.